ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂന്തൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, തക്കാളി, പച്ചമുളക്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ കൂന്തലും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം നമ്മൾ തുറന്ന് വെച്ച് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരി മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി മതിയെങ്കിൽ ഇത്ര തന്നെ മതി. കുറച്ചും കൂടി നമ്മൾ ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.